ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. SI അനൂപിനോടും മീരയോടും കമലോടുമായി പറയുകയാണ്, എത്രയും പെട്ടെന്ന് മധുവുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം സെറ്റിൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലാതെ പരാതിയും കേസുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. ഒരുപക്ഷെ അത് നിങ്ങളുടെ സച്ചിയുടെ ജീവനെ കൂടിയായിരിക്കും ബാധിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മീര പറയുകയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞതില്ലേ അവരെയൊന്നും കേസ് ഏൽപ്പിച്ചാൽ ശരിയാകില്ലെന്നും അവരൊക്കെ സ്വാർത്ഥരാണെന്നും. ഇത് കേൾക്കുന്ന അനൂപ് മീരയോട് ദേഷ്യത്തോടെ പറയുകയാണ്, സച്ചിയും അർച്ചനയും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അവരെന്താണെങ്കിലും എന്നെ ജയിലിൽ നിന്നും ഇറക്കുക തന്നെ ചെയ്യും. അവർ കൊണ്ടുവരുന്ന ജാമ്യം മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അനൂപ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. കരഞ്ഞുകൊണ്ട് സേതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അർച്ചന. അച്ഛനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ മോളെ? കാര്യം പറയാൻ സേതു പറയുമ്പോൾ അർച്ചന പറയുകയാണ്, നന്ദേട്ടൻ്റെ ഈ അപകടവും അനൂപേട്ടൻ്റെ അറസ്റ്റും സ്നേഹയുടെ കുഞ്ഞു പോയതും എല്ലാം എൻ്റെ കുഞ്ഞു കാരണമാണോ അച്ഛാ? അവന്തികേട്ടത്തി എന്നോട് എല്ലാം പറഞ്ഞു. മോളെ, ജോത്സ്യൻ അങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛനത് കേട്ടു എന്നുള്ളത് ശരി തന്നെയാ. പക്ഷേ അച്ഛനത് പൂർണ്ണമായിട്ടൊന്നും വിശ്വസിച്ചിട്ടില്ല. നിനക്കും സച്ചിക്കും എത്ര കാലം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണതെന്നും നിങ്ങൾക്കുണ്ടായ കഷ്ടപ്പാടും ഒക്കെ തന്നെ അച്ഛന് നന്നായി തന്നെ അറിയാം. അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന അവന്തിക ദേഷ്യത്തോടെ നിൽക്കുകയാണ്. നിന്റെ വയറ്റിൽ എന്താണെങ്കിലും അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കില്ലെന്ന് അച്ഛൻ ഉറപ്പാ. അത് ശരി, അപ്പോൾ കിളവൻ എന്താണെങ്കിലും ഇതൊന്നും വിശ്വസിച്ചിട്ടില്ലല്ലേ? എന്നെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നു അപ്പോൾ അയാൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്. നമ്മുടെ രണ്ട് വീടുകളിലും എല്ലാം പെട്ടെന്ന് ഓരോരോ ആപത്തുകളായി വന്നുകൊണ്ടിരുന്നപ്പോൾ അച്ഛനും ഒരു നിമിഷം അങ്ങനെ ചിന്തിച്ചു. അത് ശരി തന്നെയാ മോളെ. പക്ഷേ അച്ഛന് പിന്നീടാണ് യാഥാർത്ഥ്യം മനസ്സിലായത്. അച്ഛൻ്റെ മനോവിഷമം കാരണമാണ് അച്ഛന് സ്ട്രോക്ക് വന്നത്, അല്ലാതെ മോള് വിചാരിക്കുന്നത് പോലെ കുഞ്ഞു കാരണമൊന്നുമല്ല. അച്ഛൻ പറ, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അർച്ചന കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ സേതു പറയുകയാണ്, മോള് കരയണ്ട. എന്തൊക്കെ സംഭവിച്ചാലും ശരി, മോളുടെ കുഞ്ഞ് നെല്ലിശ്ശേരിയിൽ ജനിച്ചിരിക്കും. ഒരു കാര്യം അച്ഛൻ പ്രത്യേകം പറയാം, ഈ സമയത്ത് മോളുടെ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണം. നെല്ലിശ്ശേരിയിലെ ആരോടും അത്രയ്ക്ക് വലിയ ദ്രോഹങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ജോത്സ്യന് തെറ്റിയതാകാൻ തന്നെയാ മോളെ സാധ്യത. മോള് ധൈര്യമായിട്ട് ചെല്ല്, എല്ലാത്തിനും അച്ഛൻ കൂടെയുണ്ടെന്ന് സേതു പറയുമ്പോൾ അർച്ചന കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് അവന്തിക സേതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അച്ഛൻ അർച്ചനോട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഇപ്പോൾ അർച്ചനയുടെ മനസ്സിന് ധൈര്യം പകരുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഒരു പക്ഷേ ആ ജോത്സ്യന് തെറ്റുപറ്റിയതാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ടെന്ന് സേതു പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. അച്ഛൻ പറയുന്നത് ശരി തന്നെയാ. ആ ജോത്സ്യൻ ചിലപ്പോൾ കള്ളം പറഞ്ഞതാണെങ്കിലോ? നമുക്ക് വേറെ ജോത്സ്യരെ കണ്ടാലോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ സേതു ദേഷ്യത്തോടെ പറയുകയാണ്, എന്താണെങ്കിലും ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം വിധി പോലെ വരട്ടെ. ഇതോടുകൂടി നെല്ലിശ്ശേരി വീട് മുടിഞ്ഞു പോകുമെങ്കിൽ അതങ്ങനെ തന്നെ വരട്ടെ. അതല്ല, അർച്ചനയുടെ കുഞ്ഞിന് നെല്ലിശ്ശേരിയിൽ ജനിക്കാനാണ് വിധിയുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നടക്കുമെന്നും സേതുമാധവൻ പറയുമ്പോൾ ദേഷ്യത്തോടെ അവന്തിക മനസ്സിൽ പറയുകയാണ്, അപ്പോൾ അവന്തികയുടെ പ്ലാനുകളിലെല്ലാം തന്നെ നിങ്ങളിപ്പോൾ ട്വിസ്റ്റ് വരുത്തിയിരിക്കുകയാണല്ലേ? ഇതിനുള്ള മറുപടി ഞാൻ തരുന്നുണ്ടോ കിളവായെന്ന് ദേഷ്യത്തോടെ മനസ്സിൽ പറയുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുന്ന സച്ചിയാണ്. നടന്ന കാര്യങ്ങളെല്ലാം അർച്ചന കരഞ്ഞുകൊണ്ട് സച്ചിയോട് പറയുകയാണ്, എടോ, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഇപ്പോഴേ ജാതകദോഷമോ? അതൊക്കെ അവരുടെ വെറും തോന്നൽ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ആശ്വസിപ്പിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടെത്തണമെന്ന് അർച്ചന പറയുന്നു. അതിൽ ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത് അനൂപേട്ടൻ്റെ കാര്യമാണ്. അതിന് നമുക്ക് ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന സച്ചിയും കൂട്ടിക്കൊണ്ട് വക്കീലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം വക്കീൽ പറയുകയാണ്, 2 ദിവസത്തേക്ക് കോടതി അവധിയായതുകൊണ്ട് 2 ദിവസം കഴിയാതെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ 2 ദിവസം ആ സെല്ലിനുള്ളിൽ കഴിയുക എന്നതും ഇത്തിരി റിസ്ക്കുള്ള കാര്യമാണ്. എന്താണെങ്കിലും ഞാൻ ആ CI ആയിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. നിങ്ങളും ജാമ്യത്തിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട് വക്കീല് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും നെല്ലിശ്ശേരിയിലേക്ക് എത്തുന്നതാണ്. ധനുഷിനെ കണ്ട് കാര്യങ്ങളെല്ലാം അവർ സംസാരിക്കുന്നു. ധനുഷ് പറയുകയാണ്, എന്താണെങ്കിലും വക്കീല് നല്ലതായതുകൊണ്ട് തന്നെ അനൂപേട്ടന് ജാമ്യം കിട്ടുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ സച്ചിയേട്ടൻ അവർക്ക് കൊടുത്ത വാക്കോ? ചെങ്കൽ മധുവിന് കൊടുത്ത വാക്കിനെ പറ്റി സച്ചിയേട്ടന് ഓർമ്മയുണ്ടല്ലോ. അതിനും ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. ജാമ്യം കിട്ടിയുടൻ തന്നെ അനൂപേട്ടനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും മാറണം. എനിക്ക് അറിയാവുന്നൊരു സ്ഥലമുണ്ട്. ഞാൻ വേണമെങ്കിൽ അനൂപേട്ടനെയും കൊണ്ട് കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാം. നിങ്ങൾ മധുവായിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്തതിന് ശേഷം ഞാൻ അനൂപേട്ടനെയും കൊണ്ട് തിരിച്ചു വന്നാൽ മതിയല്ലോ. ഇത് കേൾക്കുന്ന സച്ചിയും അർച്ചനയും ധനുഷിനോട് നന്ദി പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചെങ്കൽ മധുവിന്റെ 2 ആളുകൾ നെല്ലിശ്ശേരി വീട്ടിലേക്ക് കയറി ചെല്ലുന്നതാണ്. തുടർന്ന് മധുവണ്ണൻ ലൈനിലുണ്ടെന്ന് പറഞ്ഞ് അയാളെ ഫോണ് സച്ചിയെ ഏൽപ്പിക്കുമ്പോൾ ചെങ്കൽ മധു ചോദിക്കുകയാണ്, എന്താ സച്ചി, ഒരു വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കണ്ടേ? അത് പിന്നെ അനൂപേട്ടൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടില്ലെന്ന് സച്ചി പറയുമ്പോൾ അതിനു മുന്നേ നമുക്ക് പലതും തീരുമാനിക്കാനുണ്ടല്ലോ എന്ന് മധു പറയുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.